എരഞ്ഞിക്കൽ കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് ജനുവരി 10 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ നടക്കും. കണ്ടൽ വനങ്ങളിലൂടെ യാത്ര, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, തോണി തുഴയൽ മത്സരം എന്നിവ ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണീയതയാണ്. എരഞ്ഞിക്കലിനും കുണ്ടൂപ്പറമ്പിലിനും ഇടയിലുള്ള പ്രദേശത്താണ് കൈപ്പുറത്ത് പാലം ഫെസ്റ്റ് നടക്കുന്നത്. കനോലി കനാലും കണ്ടൽക്കാടുകളും ഉൾപ്പെടുന്ന പ്രകൃതി രമണീയമായ പ്രദേശത്താണ് ഫെസ്റ്റ് അരങ്ങേറുക എന്ന് സംഘാടക സമിതി ചെയർമാനും കോർപ്പറേഷൻ കൗൺസിലറുമായ VP മനോജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാന്യരെ, ഇവിടെ ജനറൽ കൺവീനർ ഫസ്റ്റിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മളെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തുക എന്നത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ഇത് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വലിയൊരു ജനമുന്നേറ്റം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ഫസ്റ്റിലേക്ക് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നതും അത് ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുന്നതിന് ചിന്തിക്കുന്നതും പ്രധാനമായിട്ടുള്ള കാരണം, സാധാരണ ദിവസങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് സന്ദർശിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം പല വീഡിയോസിനും ആ പ്രദേശം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. സീരിയലുകൾക്ക് വേണ്ടി ആ പ്രദേശം തിരഞ്ഞെടുക്കുന്നുണ്ട്. ചില സിനിമകൾക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവിടെ പ്രദേശം തിരഞ്ഞെടുക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന ഫെസ്റ്റിൽ തോണി തുഴയൽ മത്സരം, ഊഞ്ഞാൽ ഗ്രാമം, ബോട്ടിംഗ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, കണ്ടൽ കാടുകളിലൂടെയുള്ള യാത്ര തുടങ്ങിയവയുണ്ടാകും. ഈ ഫെസ്റ്റ് തുടങ്ങുന്നത് ജനുവരി 10 മുതൽ 19 വരെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്ന് വിളിച്ചു ചേർത്തുള്ളത്. കഴിഞ്ഞ ജലോത്സവ സമയത്ത് പത്രമാധ്യമങ്ങൾ ആ ജലോത്സവത്തിന് വളരെയേറെ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ ഉണ്ടായിരിക്കുന്ന അതിനേക്കാൾ വലിയൊരു പരിപാടി, വ്യത്യസ്തങ്ങളായ പല പരിപാടികൾ തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ പിന്തുണ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർ SM തുഷാര, ജനറൽ കൺവീനർ ഡോക്ടർ V ഉദയകുമാർ, ട്രഷറർ A നിഷിന്ത് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുരേഷ് മകവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.